ഏറെ ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഈ ചർച്ച തുടങ്ങി വച്ച കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മികച്ച പ്രഭാഷകൻ എന്ന സർവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ കാരണമായിട്ടുള്ള പ്രിയങ്കരനായ സ്നേഹിതൻ രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ്, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഗവാസും, നൗഷാദ് അലിയും, സലീം മടവൂരും, സൈഫുദ്ദീൻ സാഹിബും, യൂസഫ് എഞ്ചിനീയറും അടക്കമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് യൂത്ത് സ്കിൽ ഡേയുടെ ഭാഗമായി മർക്കസ് ITI സംഘടിപ്പിച്ച ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഞാനും ആദ്യമായി നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല, അതിനുള്ളൊരു വേദിയല്ല ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ മേഖലയിൽ ആദരണീയനായ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് അത് നേരിട്ടറിയാവുന്നവരുടെ മുമ്പിൽ ഏറെ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കരസ്പർശമേറ്റ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറെ അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി രാജ്യത്തിനകത്ത് മാത്രമല്ല, അതിർത്തികളും കടന്ന് അന്താരാഷ്ട്ര തലത്തിൽ എത്തി നിൽക്കുന്നു എന്നതും നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമാണ് പ്രിയ സുഹൃത്ത് ഗവാസ് നേരത്തെ ഇവിടെ പരാമർശിച്ച നിമിഷപ്രിയയുടെ ഒരു കാര്യം. സർവശക്തൻ ആദരണീയനായ ഉസ്താദ് അവർക്ക് ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റവും അനിവാര്യമായി വരേണ്ടി വരുന്നത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാർ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ കാരണം ബോധ്യമാകും. ഈ വർഷം ഇന്ത്യയിൽ നീറ്റ് ക്വാളിഫൈ ചെയ്തവർ 12 ലക്ഷം ആളുകളാണ്. 23 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതി. അതിനകത്ത് 12 ലക്ഷം ആളുകൾ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തു. ഇന്ത്യയിൽ ആകെ MBBS പഠിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം 1,06,000. അത് പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ് സെക്ടറും എല്ലാം കൂടി ചേർത്തിട്ടാണ്. ഇക്കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം പറഞ്ഞത് 10,000 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോഴും ആകെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,16,000. 12 ലക്ഷം ആളുകൾ യോഗ്യരായ MBBSൻ്റെ ഒരവസ്ഥ മാത്രമാണ് നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നത്. ഏതാണ്ട് സമാനമായ രീതിയിലാണ് മറ്റെല്ലാ കോഴ്സുകളുടെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ആളുകൾ പോകുന്നു. എന്നാൽ അങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ തങ്ങളുടേതായ രീതിയിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ആദരണീയനായ ഉസ്താദ് അവർകൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഒരു വലിയ മഹത്തായ സ്ഥാപനങ്ങളായി മാറുന്നത്. ഈ യൂത്ത് സ്കിൽ ഡേയിൽ ഇവിടെ നേരത്തെ ആദരണീയനായ MP ബ്രിട്ടാസ് അവർകളൊക്കെ സൂചിപ്പിച്ചതുപോലെ അറിവ് മാത്രമല്ല, നൈപുണ്യം കൂടി വികസിപ്പിക്കാനുള്ളൊരു അവസരമാക്കി
നമ്മൾ മാറ്റണം എന്നതുകൊണ്ട് കൂടിയാണ് ഈ ജൂലൈ 15 രാജ്യവ്യാപകമായി ലോകവ്യാപകമായി സ്കിൽ ഡേ ആയി പ്രഖ്യാപിക്കുന്നത്. എന്താണ് അറിവും നൈപുണ്യവും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിളാണ്. അറിവും നൈപുണ്യവും മാത്രമല്ല, അത് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് ലോകത്തിന് മുമ്പിൽ നമ്മുടേതായ വ്യക്തിത്വം സ്ഥാപിക്കാൻ കഴിയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഏറ്റവും മനോഹരമായി ഇഡ്ഡലി ഉണ്ടാക്കുന്നവരുണ്ട്. വീട്ടമ്മമാരുണ്ട്, ചില ഗ്രഹനാഥന്മാരുണ്ട്, മനോഹരമായി ഇഡ്ഡലി ഉണ്ടാക്കും. പക്ഷേ ഇഡ്ഡലി ലോകത്തിനു മുമ്പിൽ മാർക്കറ്റ് ചെയ്ത ആരാണ്? നമ്മുടെ വയനാട്ടുകാരനായ ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ. കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറാണ് അദ്ദേഹത്തിന് ഒരു മാസം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഇഡ്ഡലി ഉണ്ടാക്കുക മാത്രമല്ല, അത് വ്യത്യസ്തമായി ചിന്തിച്ച് അത് മാർക്കറ്റ് ചെയ്യാൻ. അത് ഇഡ്ഡലിയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് സ്കില്ലുണ്ടാവാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത്, വിവരസാങ്കേതിക വിദ്യയുടെ കാലത്ത് ഏറ്റവും മനോഹരമായി അത് മാർക്കറ്റ് ചെയ്യാൻ, ഡിഫറൻ്റായി ചിന്തിക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ ITIക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അങ്ങനെ നൈപുണ്യമുള്ള, വിവരമുള്ള, ഡിഫറൻ്റായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാളായി മാറുക മാത്രമല്ല, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ മാനവിക മൂല്യങ്ങൾ കൂടി മനസ്സിലുണ്ടാകുമ്പോഴാണ് ഒരാൾ പൂർണ്ണമാകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്തേക്ക് പോയ ശുംഭാംശു ശുക്ലയുണ്ട്. അദ്ദേഹം ബഹിരാകാശ നിലയത്തിലെത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ഒരു ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി ചോദിച്ചു, അവിടുന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞ മനോഹരമായ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, വേറൊന്നും കാണുന്നില്ല, ഒരൊറ്റ ഭൂമി മാത്രം, രാജ്യാതിർത്തികളൊന്നുമില്ല, ആത്യന്തികമായി മനുഷ്യൻ ഒന്നാണെന്ന തോന്നൽ. ഇന്ത്യ, ഭൂമി ഒരു ചെറിയ വീടാണെന്ന് തോന്നുന്നു. മനുഷ്യത്വമുള്ള ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക. മനുഷ്യരെ ഒന്നായി കാണാൻ, രാജ്യാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് ഈ ഭൂമി ഒരു വീടാണെന്ന് കരുതാൻ കഴിയുന്ന ഒരു മാനവിക തലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാകുന്നത്. ആ അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു മനുഷ്യനാകാൻ കൂടി ഈ സ്കിൽ ഡേ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് അതിന് പ്രചോദനമായി ഈ സ്കിൽ സ്പിരേഷൻ 25 മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.